എടൂരിന് 6 കിലോമീറ്റർ വടക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന കുടിയേറ്റ ഗ്രാമമാണ് കരിക്കോട്ടക്കരി. കറുത്ത മണ്ണുള്ള വയലുകൾ കൊണ്ട് കോട്ട കെട്ടിയ പോലെ തോന്നിയതിനാലാവണം ഈ പ്രദേശത്തിന് കരിക്കോട്ടക്കരി എന്ന പേര് വന്നത്. പൊതുവെ വളക്കൂറുള്ള ഈ പ്രദേശം കുടിയേറ്റത്തിനു വളരെ മുൻപ് തന്നെ ഒരു ജനവാസ കേന്ദ്രമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. കരിക്കോട്ടക്കരിയിലേക്കുള്ള കുടിയേറ്റം ആരംഭിച്ചത് 1941 കാവുങ്കൽ ഉലഹന്നാനും വെട്ടിക്കൽ യൗസേപ്പും എത്തിയതോടെയാണ്. തുടർന്ന് കുടിയേറ്റം ഒരു മഹാപ്രവാഹമായി മാറുകയും ചുരുങ്ങിയ കാലം കൊണ്ട് കരിക്കോട്ടക്കരി ജനനിബിഡമായ പ്രദേശമായി മാറുകയും ചെയ്തു. ആദ്യകാലത്ത് ഇവിടെയുള്ളവർ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായി പേരാവൂരും പിന്നീട് എടൂരുമാണ് പോയിക്കൊണ്ടിരുന്നത്. കുടിയേറ്റക്കാർ കൂടുതൽ താമസിച്ചിരുന്ന കരിക്കോട്ടക്കരയിൽ 1948 കളരി നിർമ്മിച്ച് മതപഠന ക്ലാസുകൾ ആരംഭിച്ചു. കാവുങ്കൽ ഉലഹന്നാൻ ദാനമായി തന്ന 50 സെന്റ് സ്ഥലത്ത് 1954 ജൂലൈ 3 താൽക്കാലികമായി ഉണ്ടാക്കിയ ഷെഡിൽ പ്രഥമ ദിവ്യബലി അർപ്പിക്കപ്പെട്ടു. ഇന്നത്തെ കുടുംബ കൂട്ടായ്മകളുടെ മുന്നോടി എന്ന നിലയിൽ വളരെ കാലം മുൻപ് മുതലേ മാസക്കൂട്ടങ്ങൾ ഈ ഇടവകയിൽ നടത്തിവരുന്നു. ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയത്തിന്റെ ശില്പി ബഹുമാനപ്പെട്ട കൂറ്റാരപ്പള്ളിയിൽ അച്ഛനാണ്. വിശുദ്ധ തോമാശ്ലീഹായ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കരിക്കോട്ടക്കരി ഇടവകയെ മുൻപിൽ നിന്ന് നയിക്കുന്ന വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മൂക്കിലിക്കാട്ട് അച്ഛനും അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ജോർജ് പടിഞ്ഞാറെ ആനശ്ശേരി അച്ഛനും ഇടവകയുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ നിറവേറ്റി ഇടവകയെ സമൃദ്ധമാക്കുന്നു. നമ്മുടെ വികാരി അച്ഛന്, കൊച്ചച്ഛന്, പിന്നെ 4 കൈക്കാരന്മാർ, പിന്നെ ഇവിടുത്തെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇവിടുത്തെ വിവിധ സംഘടനകൾ, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ട് ഇവിടെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു പാരിഷ് കാർഡ് നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ UP സ്കൂള്, ഹൈസ്കൂള്, പിന്നെ പുതിയതായിട്ട് വലിയ സ്കൂൾ പണിയാനുള്ള ആരംഭ പരിപാടികളൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. +2 ഉടനെ തന്നെ ആകും എന്നുള്ള പ്രതീക്ഷയിൽ അതിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ സമ്പൽ സമൃദ്ധിയുടെയൊക്കെ പിന്നിൽ മരിച്ചുപോയ പൂർവികരായ ഒരുപാട് കാരണവന്മാരുടെ അധ്വാനത്തിൻ്റെ ഒരു ഇതുണ്ട്. യേശുവേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ ഉയർത്തവൻ സർവാധിപനേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ ഉയർത്തവൻ സർവാധിപനേ യേശുവേ പ്രേമസ്വരൂപ പ്രഭോ യേശുവേ
സപപ്പകാരി സനി സപമഗ. മേരിയിൽ നിന്നു നിജാതനായി ദാസനായി ബദ്ലേഹേം പുൽത്തൊഴുത്തിൽ സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി. മേരിയിൽ നിന്നു നിജാതനായി ദാസനായി ബദ്ലേഹേം പുൽത്തൊഴുത്തിൽ സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി. കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ, കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ. സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം. യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ യേശുവേ നിന്റെ നാമം പൂജിതമാകണം, യേശുവേ നിന്റെ നാമം പൂജിതമാകണം. കരുണാസാഗരമേ നിൻ രാജ്യം വരണം, കരുണാസാഗരമേ നിൻ രാജ്യം വരണം. യേശുവേ നിന്റെ നാമം പൂജിതമാകണം, കരുണാസാഗരമേ നിൻ രാജ്യം വരണം. ഹല്ലേലൂയ പാടാൻ വിശ്വാസത്താൽ മാനവരെ, ഹല്ലേലൂയ പാടാൻ വിശ്വാസത്താൽ മാനവരെ. ശാന്തസ്വരൂപാ നീ ശക്തരാക്കണം, ശാന്തസ്വരൂപാ നീ ശക്തരാക്കണം. സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം. യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ അലയാഴി നടുവിലും നൗക നയിക്കുന്ന ദൈവപുത്രൻ അമരക്കാരാ. അലയാഴി നടുവിലും നൗക നയിക്കുന്ന ദൈവപുത്രൻ അമരക്കാരാ. പാപത്തിൻ ആഴത്തിൽ തകരാതെ അഭയമേകിയണയു, കരം നൽകൂ, അഭയമേകിയണയു, കരം നൽകൂ. സർവശക്തനേ പാപമോചനാ, യേശുവേ സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം.
പ്രഭോ യേശുവേ പ്രേമസ്വരൂപ പ്രഭോ യേശുവേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ ഉയർത്തവൻ സർവാധിപനേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ ഉയർത്തവൻ സർവാധിപനേ യേശുവേ പ്രേമസ്വരൂപ പ്രഭോ യേശുവേ ആ, ആ, ഹരിതശോഭയാർന്ന അയ്യൻകുന്നു മലനിരകളുടെ രമണീയമായ താഴ്വരയിൽ പഴയ ദേവാലയ കെട്ടിടത്തിൽ 1957 ജൂൺ 27 തീയതി 1-2 ക്ലാസ്സുകളിലായി 201 വിദ്യാർത്ഥികളും 5 അധ്യാപകരുമായി സെന്റ് തോമസ് LP സ്കൂൾ ജന്മം കൊണ്ടു. 1958 3, 4, 5 ക്ലാസ്സുകളും 1962 6-ാം ക്ലാസ്സും 63 7-ാം ക്ലാസ്സും അനുവദിക്കപ്പെട്ടതോടെ ഈ വിദ്യാലയം ഒരു പൂർണ്ണ അപ്പർ പ്രൈമറി സ്കൂളായി ഉയർന്നു. കരിക്കോട്ടക്കരിയിലെ കുടിയേറ്റ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഹൈസ്കൂൾ 1968 അനുവദിച്ചു കിട്ടി. ആരംഭകാലത്ത് 119 വിദ്യാർത്ഥികളും 6 അധ്യാപകരും 2 അനധ്യാപകരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യ SSLC ബാച്ചിന് 91% വിജയം നേടാനായതും ഒരു കുടിയേറ്റ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമാണ്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത പിതാമഹന്മാർ ആരംഭിച്ച എഴുത്തിരുത്ത് കളരിയുടെ തുടർച്ചയായി LP, UP, ഹൈസ്കൂൾ എന്നിങ്ങനെ വളർച്ചയുടെ പടവുകൾ കുതിച്ചു കയറിയെങ്കിലും ഒരു ഹയർ സെക്കൻഡറി എന്ന മോഹം ഇന്നും ബാക്കി നിൽക്കുന്നു. കരിക്കോട്ടക്കരി ഇടവകയുടെ ആധ്യാത്മിക സാമൂഹിക സേവന രംഗത്ത് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന കോൺവെന്റുകളുടെ പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണ്. 1961 ജൂൺ 29 ഈശോയുടെ തിരുഹൃദയ നാമത്തിൽ ഫ്രാൻസിസ്കൻ ക്ലാരമഠത്തിന്റെ ഒരു ശാഖ ഇവിടെ സ്ഥാപിതമായി. ഭവന സന്ദർശനം നടത്തി വീടുകളിൽ സ്നേഹവും കൂട്ടായ്മയും വളർത്തുവാനും വൃദ്ധരും രോഗികളുമായവരെ ആശ്വസിപ്പിക്കുന്നതിലും സിസ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സേവനത്തിലൂടെ സ്നേഹം ഫലമണിയിക്കാൻ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് തെരേസ് എന്ന സന്യാസിനി സമൂഹം 1998 കരിക്കോട്ടക്കരി ഇടവകയിൽ തങ്ങളുടെ ഒരു ഭവനം തുടങ്ങി. ഇടവകയിലെ മതബോധനം, യുവജന പരിശീലന പ്രവർത്തനങ്ങൾ, ദേവാലയ ശുശ്രൂഷ എന്നീ മേഖലകളിലും വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ കുഞ്ഞനുജത്തിമാർ സേവനമനുഷ്ഠിക്കുന്നു. യുവതി യുവാക്കളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് 2008 കരിക്കോട്ടക്കരി ഇടവകയിൽ സെന്റ് അലോഷ്യസ് കോൺവെന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. സെന്റ് അലോഷ്യസിന്റെ സേവന മാതൃകയും ജീവിത ലക്ഷ്യവും കൈമുതലാക്കിയ സിസ്റ്റേഴ്സ് നിർധനരായ യുവതികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്കെത്തിക്കുവാൻ സഹായകരമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. കരിക്കോട്ടക്കരി ഇടവകയ്ക്ക് അഭിമാനാർഹമായ രീതിയിൽ ഇവരുടെ പ്രവർത്തനം മാറിക്കഴിഞ്ഞു എന്നത് ദൈവപരിപാലനയുടെ ഉത്തമ ഉദാഹരണമാണ്. എൻ്റെ പേര് സിസ്റ്റർ ലീലാമ്മ. ഞങ്ങൾ സിസ്റ്റേഴ്സ് ഓഫ് സെൻ്റ് അലോഷ്യസിലെ സഭാംഗങ്ങളാണ്. സിസ്റ്റർ ലിസമ്മ, സിസ്റ്റർ ലിസി, ഞങ്ങൾ 3 പേരും ഇവിടെ അലോഷ്യസ് ഭവനിൽ വർക്ക് ചെയ്യുകയാണ്. 1815 ഇറ്റലിയിലെ ആൽബ രൂപതയിൽ
വൈദികനായ ഫാദർ ജോൺ ബാറ്റിസ്റ്റോ റുബീനോ സ്ഥാപിച്ച സന്യാസിനി സമൂഹമാണ് സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് അലോഷ്യസ്. ദൈവസ്നേഹത്തിനും സുവിശേഷത്തിനും വിദ്യാഭ്യാസ രംഗത്ത് സാക്ഷ്യം വഹിക്കുക എന്നതാണ് സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് അലോഷ്യസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇവിടെ വന്നതിന് ശേഷം വീടുകൾ സന്ദർശിക്കുകയും അതിൻ്റെ ഫലമായി ഇവിടേക്ക് ഒരു ബാലഭവൻ ആരംഭിക്കുന്നതിനുള്ള ആഗ്രഹം ഞങ്ങളിൽ ഉണ്ടായി. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബാലഭവൻ. ഇതിൻ്റെ പേര് അലോഷ്യസ് ഭവൻ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ നിർദ്ധരരും വീടുകളിൽ സെക്യൂരിറ്റി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി സ്ഥാപിതമായ ഒരു ഭവനമാണ് ഇത്. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളെയാണ് ഞങ്ങൾ ഈ ബാലഭവനിലേക്ക് സ്വീകരിക്കുന്നത്. എന്തുമാത്രം പഠിക്കാൻ പറ്റുമോ അത്രയും ഞങ്ങൾ അവരെ പഠിപ്പിക്കും. സ്വന്തമായിട്ട് ഒരു ജീവിത മേഖലയിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ബാലഭവനിൽ ഇപ്പോൾ 20 കുട്ടികളാണുള്ളത്. അവർ പല മേഖലയിൽ നിന്നും വന്നവരാണ്. പല മതക്കാരുമുണ്ട്. അവർ ഒരുമിച്ച് ഇവിടെ വസിക്കുകയും സ്നേഹത്തോടെ കഴിയുകയും അവർ ഒരുമിച്ച് പഠിക്കുകയും ഇവിടുന്ന് അടുത്തുള്ള സ്കൂളിൽ അവർ പഠനത്തിനായി പോവുകയും ചെയ്യും. ഇടവക അംഗങ്ങളുടെ ആധ്യാത്മിക ഉണർവിനായി കരിക്കോട്ടക്കരി ഇടവകയിൽ 4 കപ്പേളകളുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള വിമലഗിരി കപ്പേള. ഇവിടെ മാതാവിൻ്റെ തിരുനാളുകൾ ഭക്തിപൂർവം ആചരിച്ചു വരുന്നു. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ക്രൈസ്റ്റ് നഗർ കപ്പേള. ഈ കപ്പേളയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ഭക്തിയാദരപൂർവം നടത്തിവരുന്നു. അതോടൊപ്പം പ്രദേശവാസികളുടെ നിറസാന്നിധ്യത്തോടെ വെള്ളിയാഴ്ചകളിൽ ജപമാലയും നൊവേനയും നടത്തുന്നു. ഇടവകയുടെ സുവർണ ജൂബിലി സ്മാരക കപ്പേളയാണിത്. ഉണ്ണീശോയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പേളയിൽ ഉണ്ണീശോയുടെ നൊവേന തിരുനാൾ എല്ലാ വർഷവും നടത്തിവരുന്നു. ഉണ്ണീശോയുടെ ജനനത്തിനൊരുക്കമായി 9 ദിവസത്തെ തിരുക്കർമ്മങ്ങളിൽ ഇടവക അംഗങ്ങൾ സജീവമായി പങ്കെടുക്കുന്നു. വലിയ പറമ്പിൻകരി വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ കപ്പേളയാണിത്. കപ്പേളയോട് ചേർന്നുള്ള പ്രാർത്ഥനാ ജീവിതം പ്രദേശവാസികളെ ജീവിത വിശുദ്ധിയിലേക്കും ഇടവക കൂട്ടായ്മയിലേക്കും നയിക്കുന്നു. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ എല്ലാ വർഷവും നടത്തുന്നു. ഇടവക അംഗങ്ങൾ തങ്ങളുടെ ഐശ്വര്യ സമൃദ്ധിയുടെ നിറവിൽ നിന്ന് പിന്നിട്ട ദുർഘടങ്ങളായ വഴിത്താരകളെ അനുസ്മരിക്കുമ്പോൾ അവർ ഒന്നു ചേർന്ന് പറയുന്നു: മുന്നിൽ നിന്ന് നയിച്ച വൈദിക ശ്രേഷ്ഠരുടെ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ അവശേഷിപ്പുകൾ മാത്രമാണിത്. ദൈവമേ, നിനക്ക് നന്ദി. എന്റെ യേശുവേ, നിൻമിഴികൾ ആർദ്രമായി എന്നെ നോക്കുമ്പോൾ പാപഭാരത്താൽ എൻ ഹൃദയം നീറിടുന്നു കനിവിൻ നിറവേ. എന്റെ യേശുവേ, നിൻമിഴികൾ ആർദ്രമായി എന്നെ നോക്കുമ്പോൾ പാപഭാരത്താൽ എൻ ഹൃദയം നീറിടുന്നു കനിവിൻ നിറവേ. കരുണാമയനേ, നിൻ
യേശുവേ നാഥ നിന്റെ മുൻപിൽ പാപികൾ ഞങ്ങൾ വന്നു നിൽപ്പു പാപവിമോചനമേകണമേ നാഥ പാപവിമോചനമേകണമേ നാഥ അറിയുന്നവനെ അറിവുള്ളവനെ എന്നെ കരതാരിൽ കരുതുന്നോരേ നിന്റെ തിരുമാംസരക്തങ്ങൾ നിറവോടെ കൈക്കൊണ്ട അടിയന് പുതുജീവിതം അറിയുന്നവനെ അറിവുള്ളവനെ എന്നെ കരതാരിൽ കരുതുന്നോരേ എന്റെ യേശുവേ നീ തൊടണേ പാപമോചനം നീ തരണേ പാവനാത്മനെ നൽകിയ നിൻ ആത്മസൗഖ്യം പകർന്നിടണേ എന്റെ യേശുവേ നീ തൊടണേ പാപമോചനം നീ തരണേ പാവനാത്മനെ നൽകിയ നിൻ ആത്മസൗഖ്യം പകർന്നിടണേ കരുണാമയനേ കനിവിൻ കടലിൽ എന്നിൽ നിറയണമേ മനസ്സിൽ നിറയെ നന്മകൾ മാത്രം നൽകിടണേ നാഥാ പുതുജീവനേകിടണേ യേശുവേ നാഥാ നിന്റെ മുൻപിൽ മക്കൾ ഞങ്ങൾ വന്നു നിൽപ്പു നിന്റെ സ്നേഹം പകരണമേ നാഥാ ദിവ്യാനുഗ്രഹമേകണമേ നാഥാ അറിയുന്നവനെ അറിവുള്ളവനെ എന്നെ കരതാരിൽ കരുതുന്നോരേ നിന്റെ തിരുമാംസരക്തങ്ങൾ നിറവോടെ കൈക്കൊണ്ട അടിയന് പുതുജീവിതം അറിയുന്നവനെ അറിവുള്ളവനെ എന്നെ കരതാരിൽ കരുതുന്നോരേ മങ്ങി മയങ്ങി കരിന്തിരി കത്തിയൻ ജീവിതം നീറിപ്പുകഞ്ഞു ആ നേരം യേശുവേ നീ എൻ്റെ ജീവനിൽ സ്നേഹത്തിൻ എണ്ണ നിറച്ചു നീ എന്നെ അനുഗ്രഹിച്ചു ദൈവമേ